ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ് കോഷീസ് റെസിഡ്യൂ തിയറം എവാലുവേറ്റ് ഗിവൺ ഇൻ്റഗ്രൽ z ക്യൂബ് e raised to -1/z² dz എന്നാണ്. അപ്പോൾ യൂസ് കോഷീസ് റെസിഡ്യൂസ് തിയറം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം എന്താണെന്ന് നോക്കാം. റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത് ലെറ്റ് ഡി ബി എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. സി എന്ന് പറയുന്നത് സിംപ്ലി ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. അപ്പോൾ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് ഓൺ ആൻഡ് വിത്തിൻ സി. ഫംഗ്ഷന് സീൻ്റെ ഉള്ളിലും സിയിലും അനലിറ്റിക് ആണെങ്കിൽ എക്സെപ്റ്റ് അറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റ്, അത് കുറച്ച് നമ്പർ ഒഴിച്ച് കുറച്ച് ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡിനെ 2πi ഇൻറ്റു സമ്മേഷൻ k = 1 to n റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. അതാണ് കോഷീസ് റെസിഡ്യൂസ് തിയറം പറയുന്നത്. പറയുന്നത് മോഡ് z = 5 എന്നാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡ് പറയുന്നത് z ക്യൂബ് e raised to -1/z² എന്നാണ്. അപ്പോൾ ഇതിൽ സിംഗുലാരിറ്റി അറ്റ് z = 0 കാരണം 1/z² എന്നുള്ളതുകൊണ്ട് ഈ z 0 എന്തല്ല അനലിറ്റിക് അല്ല. അപ്പോൾ നമുക്ക് e raised to x നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, അതായത് ലോറൻസ് സീരീസ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം e raised to x നമുക്ക് 1+x/1 ഫാക്ടോറിയൽ +x²/2 ഫാക്ടോറിയൽ എക്സെട്ര എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് e raised to 1/z² നമുക്ക് 1+ ആ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ -1/z² ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് -1/z² +1/2 ഫാക്ടോറിയൽ ഇൻറ്റു z raised to 4 അങ്ങനെ കിട്ടും. നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് z ക്യൂബ് നമുക്ക് എന്താ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ z ക്യൂബ് ഇൻറ്റു e raised to -1/z² എന്നാണ്. സോ നമ്മളിവിടെ z ക്യൂബിന് ഇൻറ്റു ചെയ്തു. z ക്യൂബ് ഇൻറ്റു e raised to -1/z² എന്ന് പറയുമ്പോൾ z ക്യൂബ് കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് z ക്യൂബ് -z + 1/z ഇൻറ്റു 1/2 ഫാക്ടോറിയൽ +1/z ക്യൂബ് ഇൻറ്റു 1/6 എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ റെസിഡ്യൂ കമ്പ്യൂട്ട് ചെയ്യാം. ഈ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റെസിഡ്യൂ പറഞ്ഞാൽ ആ z താഴത്തുമ്പോൾ a-k എന്ന് പറഞ്ഞ a-k ഓഫ് 1/z - z0ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 1/z-ൻ്റെ റെസിഡ്യൂ എന്താണെന്ന് നോക്കാം. 1/z-ൻ്റെ റെസിഡ്യൂ ഇവിടെ ഉള്ളത് 1/z-ൻ്റെ റെസിഡ്യൂ പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമുക്ക് റെസിഡ്യൂ ആയിട്ട് 1/2 എന്ന് കിട്ടിയിരിക്കുന്നു. വി ക്യാൻ സീ ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് 1/z ഈസ് 1/2. സോ ദ റെസിഡ്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. നമുക്ക് ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷന് 1/z-ൻ്റെ കൂടെ ഉള്ളത് 1/2 ആണ് നമുക്ക് മനസ്സിലാവും. സോ ബൈ കോഷി റെസിഡ്യൂ തിയറം ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് = 2π നമുക്ക് 2πi ഇൻറ്റു 1/2 റെസിഡ്യൂ 2πi ഇൻറ്റു റെസിഡ്യൂ എന്നാണ്. അപ്പോൾ 2πi ഇൻറ്റു 1/2 എന്ന് നമുക്ക് റെസിഡ്യൂ 1/2 കിട്ടി. അപ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ആയിട്ട് πi എന്ന് കിട്ടും. അതായത് ഇങ്ങനൊരു മോഡ് z = 5, അതായത് സർക്കിൾ റേഡിയസ് 5 ആയിട്ടുള്ള ഇതിൻ്റെ കർവിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും അത് അനലിറ്റിക് അല്ലാത്ത പോയിൻ്റ്. അപ്പോൾ നമുക്ക് ബൈ കോഷി റെസിഡ്യൂ തിയറം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് πi എന്ന് കിട്ടും. അതേമാതിരി തന്നെയാണ് അടുത്ത പാർട്ട് z+i = 2. z+i എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സർക്കിളായിരിക്കും കിട്ടുക. ഇതിലും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ടാണ് അനലിറ്റിക് അല്ലാത്ത പോയിൻ്റ് വരുന്നത്. അപ്പം ഈ പോയിൻ്റ് ദിസ് ഓൾസോ കണ്ടെയ്ൻ z = 0. സോ ദ റെസിഡ്യൂ ഈസ് πi തന്നെയാണ് എന്ത് വരിക റെസിഡ്യൂ ആയിട്ട് നമുക്ക് വരിക. 1/2 എന്നാണ് അതിൻ്റെ എന്താ പറയുക കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാം. = 1. ഇത് ഈ z - 3 = 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ് എന്താ പറയുക സർക്കിൾ ഏകദേശം ഇതേമാതിരി വരിക. 3 x ആക്സിൽ 3 ആയിട്ട് അതിൻ്റെ റേഡിയസ് 1 ആക്കിയിട്ട് വരയ്ക്കുമ്പോൾ ആ അനലിറ്റിക് അല്ലാത്ത പോയിന്റ് പുറത്താണ്ടാവുക, അതായത് എക്സ്റ്റീരിയർ പോയിന്റ് ആയിക്കാരം. അപ്പം എക്സ്റ്റീരിയർ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇത് 0 ആണ്. ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുമ്പോൾ അത് 0 ആയിരിക്കും.